മന്ത്രിസഭ രൂപീകരണം വലിയ ചർച്ചയായി. പ്രത്യേകിച്ചും ഗ്രൂപ്പുകളുടെ ഇടയിൽ മാത്രമല്ല, ഘടകകക്ഷികൾക്കിടയിലും വലിയ ചർച്ച തന്നെയായിരുന്നു. ആരൊക്കെ മന്ത്രിയാകും എന്നതിനപ്പുറം സാമുദായികം, യുവത്വം അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും ചർച്ച ചെയ്താണ് ഈ മന്ത്രിസഭയിലേക്കുള്ള മന്ത്രിമാരെ തീരുമാനിച്ചത്. അതിലേറ്റവും വലിയ ചർച്ച നടന്നത് കോൺഗ്രസിൽ എന്ന് തന്നെ പറയേണ്ടി വരും. രാവിലെ മുതൽ തുടങ്ങിയ ചർച്ച ഉച്ചവരെ ഒരു ഘട്ടം പൂർത്തിയാക്കിയപ്പോൾ ആ ഘട്ടത്തിലെത്തിയ മന്ത്രിമാരിൽ പലരും ഉച്ചയ്ക്ക് ശേഷമുള്ള ചർച്ചയിൽ ലിസ്റ്റിൽ പോലും ഇല്ലാതായി. അങ്ങനെ പല സ്ഥലങ്ങളിലും ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറിമറിയുന്ന കാഴ്ചയായിരുന്നു ഈ മന്ത്രിസഭാ തീരുമാനത്തിൽ ഉണ്ടായതെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. ആദ്യഘട്ടത്തിൽ പ്രമുഖരായ പലരുടെ പേരുകളും മന്ത്രിസ്ഥാനത്തുണ്ടായിരുന്നു. പ്രത്യേകിച്ചും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ പേരിൽ തുടങ്ങി ചാണ്ടി ഉമ്മൻ്റെ പേര് വരെ. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ആ പേരുകളെല്ലാം തന്നെ ലിസ്റ്റിൽ നിന്നും മാറിമറിഞ്ഞു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറായി, ചാണ്ടി ഉമ്മൻ മന്ത്രിസ്ഥാനത്ത് പോലും ഇല്ലാതായി. OJ ജനീഷ് ഒരു സർപ്രൈസ് എൻട്രിയായി കടന്നു വന്നു. മാത്രവുമല്ല, റോജി എം ജോണും മന്ത്രിസഭയിൽ സ്ഥാനം പിടിച്ചു. അങ്ങനെ വലിയ സർപ്രൈസുകളായിരുന്നു കോൺഗ്രസിനകത്ത് ഉണ്ടായിരുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിൽ വലിയ ചർച്ചകളാണ് നടന്നത്. ലീഗിലും അങ്ങനെ തന്നെയായിരുന്നു. കോഴിക്കോടിന് മന്ത്രിയില്ലാത്തതായിരുന്നു വലിയ പ്രശ്നം. ആദ്യമായി ടേം വ്യവസ്ഥ വലിയ തരത്തിൽ ചർച്ചയായി മാറി. അത് ഘടകകക്ഷികളുടെ ഇടയിലായിരുന്നു ടേം വ്യവസ്ഥയെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നത്. പ്രത്യേകിച്ചും കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിൻ്റെ കാര്യത്തിലും മാണി സി കാപ്പൻ്റെ കാര്യത്തിലും അവർക്ക് രണ്ടുപേർക്കും ഓരോ മന്ത്രിസ്ഥാനം നൽകുന്നത് പരിഗണിക്കാനാവില്ല എന്ന തരത്തിൽ ആദ്യം എത്തി. പിന്നീട് അത് മാറിമറിഞ്ഞു. രണ്ടുപേർക്കും കൂടി ടേം വ്യവസ്ഥയിൽ മന്ത്രിസ്ഥാനം കൊടുക്കാം എന്ന തീരുമാനത്തിലെത്തി. എന്നാൽ മാണി സി കാപ്പൻ അത് അംഗീകരിച്ചില്ല. അങ്ങനെ ചർച്ചകൾ പല രീതിയിൽ പലവട്ടം പല സ്ഥലങ്ങളിൽ മാറിമറിഞ്ഞ കാഴ്ചയാണ് ഈ മന്ത്രിസഭ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കേരളം കണ്ടത്. ഇതിനിടയിലാണ് സാമുദായിക നേതാക്കന്മാരുടെ രംഗപ്രവേശനം. ആദ്യമെത്തിയത് SNDP നേതാവായ വെള്ളാപ്പള്ളി നടേശനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സമുദായത്തിൻ്റെ സ്വന്തം മാസികയായ യോഗനാഥത്തിൽ മുസ്ലിം ലീഗിനെ കണക്കിന് വിമർശിച്ചുകൊണ്ടായിരുന്നു അതിൻ്റെ മുഖപ്രസംഗം പോലും. കുറേ നാളായി ലീഗിനെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണ് വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തുന്നത്. ഇത്തവണ ഉയർത്തിയിരിക്കുന്ന വലിയ ആരോപണം കോൺഗ്രസിൻ്റെ മന്ത്രിസഭയിൽ പോലും വലിയ തരത്തിലുള്ള കൈക്കടത്തൽ ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നായിരുന്നു. അത്തരത്തിലുള്ള നീക്കങ്ങൾ ലീഗിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നു എന്നാണ്. എന്തായാലും വലിയ ആരോപണങ്ങളാണ് ലീഗിനെതിരെ യോഗനാഥത്തിൽ ഉയർത്തിയിരിക്കുന്നത്. പക്ഷെ അതാരും ചർച്ചയാക്കാൻ തയ്യാറായില്ല. അതാരും വലിയ തരത്തിൽ ഗൗനിച്ചതുമില്ല. കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു പോകട്ടെ എന്ന് തന്നെയാണ് എല്ലാവരും ചിന്തിക്കുന്നത്. കാരണം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല SNDP നേതാവിൻ്റെ ലീഗിനെതിരെയുള്ള ഈ പരാമർശങ്ങൾ. ഈ പരാമർശങ്ങളുടെ പേരിലാണ് പലപ്പോഴും അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ VD സതീശൻ ഈ സാമുദായിക സംഘടനകളിൽ നിന്നും അകന്നു നിന്നത്. പ്രത്യേകിച്ചതും SNDPയുടെ കാര്യത്തിലും NSSൻ്റെ കാര്യത്തിലും. അതാണ് ഇവരെ രണ്ടുപേരെയും വല്ലാതെ ചൊടിപ്പിച്ചിരിക്കുന്നതും. എന്തായാലും വലിയ വിമർശനമാണ് യോഗനാഥത്തിൽ ലീഗിനെതിരെ SNDP നേതാവ് ഉയർത്തിയത്. പക്ഷേ അതിന് മറുപടി പറയാൻ ലീഗും തയ്യാറല്ല. അവർ ആ വിഷയങ്ങളൊക്കെ ആ വഴിക്ക് പോകട്ടെ എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. പിന്നീട് അടുത്ത വിഷയം ഉയർന്നു വന്നത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ വലിയ തരത്തിൽ പ്രോത്സാഹിപ്പിച്ച, അവരെ വലിയ തരത്തിൽ പിന്തുണ നൽകിയ ലത്തീൻ കത്തോലിക്ക സഭയ്ക്ക് കാര്യമായ അവസരം മന്ത്രിസഭയിൽ കിട്ടിയില്ല എന്നുള്ളതാണ് പരാതി. പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് പല UDF സ്ഥാനാർത്ഥികളുടെയും വിജയത്തിന് നിർണായകമായ പങ്ക് ലത്തീൻ കത്തോലിക്ക സഭ വഹിച്ചു എന്നാണ് അവരുടെ അവകാശവാദം. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ തരത്തിലുള്ള വിഷമവും വിയോജിപ്പുമുണ്ട്. അത് അവർ പരസ്യമായി വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, മന്ത്രിസഭയോടൊപ്പം യോജിച്ചു പോകുന്നതിനോടോ പിന്തുണ നൽകുന്നതിനോടോ ഒന്നും വിയോജിപ്പില്ല എങ്കിൽ തന്നെയും അവർക്ക് അവരുടെ വിഷമം വലിയ തരത്തിൽ അവർ രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ പലതരത്തിലാണ് സാമുദായിക സംഘടനകൾ ഇത്തവണ UDF സർക്കാരിനെതിരെ അവർക്കുള്ള വിഷമങ്ങളും പ്രതിസന്ധികളും ആരോപണങ്ങളുമൊക്കെ ഉയർത്തിയിട്ടുള്ളത്. ശിവഗിരിയിൽ നിന്നുള്ള
സന്യാസിമാരുടെ സംഘവും എത്തി. അവരും കൃത്യമായൊരു കാര്യം പറഞ്ഞു. ഈ സന്യാസിമാരെ അല്ലെങ്കിൽ സന്യാസിമാർക്ക് താല്പര്യമുള്ള കുറേ ആളുകൾ ജയിച്ചിട്ടുണ്ട്. അവരിൽ കുറച്ചു പേർക്കെങ്കിലും മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണന നൽകണമെന്ന്. എന്തായാലും ഇങ്ങനെ UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും പലതരത്തിലാണ് ഇത്തരത്തിലുള്ള ആവശ്യങ്ങളും ഒപ്പം തന്നെ വിമർശനങ്ങളുമൊക്കെ ഉയർന്നു വരുന്നത്. മന്ത്രിസഭ രൂപീകരണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, പല നേതാക്കന്മാർക്കെതിരെയും വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ SNDP ഉൾപ്പെടെയുള്ള സാമുദായിക സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കൃത്യമായി അറിഞ്ഞിട്ടും അതൊന്നും കാണാത്ത നിലയിൽ മുന്നോട്ട് പോവുകയാണ് മുഖ്യമന്ത്രി VD സതീശൻ.